പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് നീതി എന്നുള്ളത്. നീതിയില്ലാതെ ലോകത്ത് ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കുകയില്ല. നമ്മൾക്ക് ഭക്ഷണം വേണം, വെള്ളവും വായുവും, അതേപോലെ ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ എല്ലാം ആവശ്യമാണ്. പക്ഷേ അതിനേക്കാൾ എല്ലാം വളരെ പ്രധാനമായിട്ടുള്ളത് നീതിയാണ്. നീതി ലഭിക്കാത്ത ഒരിടത്ത് ഒരാൾക്കും ജീവിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിയുടെ പ്രാധാന്യം വളരെ കൂടുതൽ നമ്മെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ 50-ലേറെ സ്ഥലങ്ങളിൽ നീതിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന, അതിന്റെ പ്രാധാന്യം നമ്മൾക്ക് ബോധിപ്പിച്ചു തരുന്ന വിശുദ്ധമായ ആയത്തുകളുണ്ട്. സൂറത്തുൽ ഹദീദിന്റെ 25-ാമത്തെ വചനം, ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത്, തെളിവുകളുമായിട്ടാണ് പ്രവാചകന്മാരെ നാം നിയോഗിച്ചിട്ടുള്ളത്. ലോകത്തിന് സന്മാർഗം പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകന്മാർ അവരുടെ ദൗത്യം നിർവഹിക്കുന്ന വേളയിൽ ജനങ്ങളോട് ആദ്യം തന്നെ അവരുടെ സ്വീകാര്യത ബോധ്യപ്പെടുത്താൻ ആവശ്യമായ തെളിവുകൾ നൽകും. ആ തെളിവുകൾക്ക് അല്ലാഹു അവർക്ക് നൽകുന്ന പിൻബലമാണ് വേദഗ്രന്ഥങ്ങൾ. വഅൻസൽനാ മഅഹുമുൽ കിതാബ്. അപ്പോൾ പ്രവാചകന്മാർക്ക് അല്ലാഹു കിതാബ് നൽകി എന്ന് പറഞ്ഞതിന്റെ തൊട്ടുപിറകെ പിന്നീട് പറയുന്നത് വൽ മീസാൻ, പ്രവാചകന്മാർക്ക് നാം മീസാനും നൽകിയിട്ടുണ്ട്. എന്താണ് മീസാൻ? മീസാനാണല്ലോ നീതിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഉപകരണം. തുലാസ് അല്ലെങ്കിൽ ത്രാസി എന്നൊക്കെ നമ്മൾ പറയും മീസാനിന്. ഈ മീസാന് കൊണ്ടാണ് അളവ് തൂക്കങ്ങളെ കൃത്യമാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർക്ക് അല്ലാഹു കിതാബ് കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ തൊട്ടു ചേർന്നുകൊണ്ട് പറയാണ് വൽ മീസാൻ, നാം മീസാനും അവർക്ക് നൽകിയിട്ടുണ്ട് എന്ന്. ഈ മീസാൻ കൊണ്ട് അളവുകൾ കൃത്യമാക്കാൻ പറ്റും. മനുഷ്യന്മാരാരും അനീതി ഇഷ്ടപ്പെടുകയില്ല. ചതിയിൽ പെടുന്നത് ഒരാൾക്കും താല്പര്യമില്ല. എന്നെ വേറെ ഒരാൾ പറ്റിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ ആ മനുഷ്യനോട് നാം ശക്തമായ രൂപത്തിൽ തന്നെ പ്രതികരിക്കും. അതുകൊണ്ട് തന്നെ അനീതി ഒരാൾക്കും ഇഷ്ടമുള്ള സംഗതിയല്ല. എല്ലാവർക്കും വേണ്ടത് നീതിയാണ്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ചതിയും തട്ടിപ്പും നടക്കുന്നുണ്ട് എങ്കിൽ അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് നീതിയുടെ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതിന് ഇസ്ലാം പരിചയപ്പെടുത്തുകയാണ് തുലാസിനെ കുറിച്ച്. കോടതികൾ നോക്കൂ, കോടതിയിൽ അതിന്റെ എംബ്ലത്തിൽ തന്നെ ഉണ്ടാകും ഒരു തുലാസിന്റെ ചിഹ്നം, ഒരു ത്രാസിന്റെ ചിഹ്നം കോടതിയുടെ എംബ്ലത്തിലുണ്ടാകും. കോടതിയിലേക്ക് നമ്മൾ പോകുന്നത് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും തരത്തിലുള്ള അരുതായ്മകൾ നടക്കുമ്പോൾ നമ്മൾക്ക് നീതി ലഭിക്കണം, അതിന് കോടതിയിലേക്ക് നമ്മൾ ചെല്ലുന്നു. ആ കോടതിയുടെ ചിഹ്നം തന്നെ തുലാസിന്റെ ചിഹ്നമാണ്. ആ തുലാസ് പിടിച്ച ആളാണെങ്കിലോ നീതി ദേവത എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. നീതി ദേവതയുടെ കണ്ണ് എപ്പോഴും കെട്ടിയിട്ടുണ്ടാകും. എന്തിനാ കണ്ണ് കെട്ടിയത്? നീതി ദേവത പിന്നൊന്നും കാണണ്ടേ? അതെ, ആളെ കണ്ടിട്ട് ആളെ നോക്കിയിട്ട് വിധി പറയുന്ന പരിപാടി നീതി ദേവതക്ക് പറ്റൂല. അതുകൊണ്ട് തന്നെ ഈ പ്രതിയായി വന്ന ആള് നമ്മളെ സ്വന്തക്കാരനാണ് എന്ന് പറയുമ്പോൾ കുന്തം ചരിച്ചിടാൻ പറയുന്ന ഇടപാട് പറ്റൂല. അതുകൊണ്ട് കൃത്യമായും നീതിയുക്തമായും ലോകത്തിന് നീതി നടപ്പാക്കേണ്ടതുണ്ട്, സത്യസന്ധമായി നിയമം നടപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് തുലാസ് ചിഹ്നമാക്കുന്നതും നീതി ദേവതയുടെ കണ്ണ് കെട്ടിയിട്ടുള്ള ചിത്രം ചിഹ്നമാക്കി എംബ്ലമാക്കി കൊടുത്തിട്ടുമുള്ളത്. വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുർ റഹ്മാനിന്റെ 7, 8, 9 ആയത്തുകളിൽ തുടരെ തുടരെ മീസാനിന്റെ പരാമർശമുണ്ട്. അല്ലാഹു പറയാണ് വസ്സമാഅ റഫഅഹാ വവളഅൽ മീസാൻ. ആകാശത്തിന്റെ ഔന്നിത്യത്തെ കുറിച്ച് ആദ്യം അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ട് പിന്നീട് പറയാണ് വവളഅൽ മീസാൻ,
അല്ലാഹു സുബ്ഹാനഹു വ തആല നീതി നടപ്പാക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിയെ സ്ഥാപിച്ചു എന്നാണ് ആദ്യം തന്നെ പറയുന്നത്. പിന്നീട് പറയാണ് അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, മീസാനിൽ നീതിയുടെ കാര്യത്തിൽ അതിക്രമം നിങ്ങൾ നടത്താനേ പാടില്ല. വഅഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ, അളവ് തൂക്കങ്ങളിൽ നിങ്ങളുടെ ഇടപാടുകളിൽ ഒരിടത്തും ഒരു തരത്തിലുമുള്ള അനീതിയും നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. എല്ലാ ദിവസവും ഒരു മനുഷ്യൻ ഓതണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ച സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. സൂറത്തുർ റഹ്മാനിന് നബി തങ്ങൾ നൽകിയ നാമം തന്നെ അറൂസുൽ ഖുർആൻ എന്നാണ്. ഖുർആനിന്റെ മണവാളൻ. ഖുർആനിലെ സൂറത്തുകൾക്കൊക്കെ പല സൂറത്തുകൾക്കും ഓരോ പ്രത്യേക പേരുകൾ ഉണ്ടാകും. സൂറത്ത് യാസീനിന് ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയം എന്നാണ് പേര്. സൂറത്തുർ റഹ്മാനിന്റെ പേരോ അറൂസുൽ ഖുർആൻ, ഖുർആനിലെ പുതിയാപ്പിളയാണ്. എന്ത് മനോഹരമാണ് ആ സൂറത്ത്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസ്സിബാൻ എന്ന ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന ആ സൂറത്തില്ലേ, ആ സൂറത്ത് എന്നും നമ്മൾ ഓതണം. ആ സൂറത്തിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ശാസ്ത്രീയമായ നിരവധി സത്യങ്ങളെ കുറിച്ച് ഉത്ബോധനം നൽകുന്നുണ്ട്. ആ കൂട്ടത്തിൽ നീതിയുടെ കാര്യം ഗൗരവപൂർവ്വം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ഈ നീതി? നീതി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അർഹമായതെന്തോ അത് വകവെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മറ്റൊരാളുടേതിലേക്ക് നമ്മൾ കൈനീട്ടാൻ പാടില്ല. വേറെ ഒരാളുടെ ജീവിതത്തിലേക്കോ അവരുടെ സ്വത്തിലേക്കോ ശരീരത്തിലേക്കോ ഒരു തരത്തിലുമുള്ള അതിക്രമം നമ്മൾ കാണിക്കാൻ പാടില്ല. അള്ളാഹു ആരോടും അതിക്രമം കാണിക്കൂലല്ലോ. അള്ളാഹു ഒരാളോടും ഒരു തരത്തിലുള്ള അനീതിയും കാണിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്ബറാൻ. എല്ലാ തക്ബീറുകളിലും നമ്മൾ പറയണം അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാണ്. അല്ലാഹു അൽ മുതകബ്ബിർ അൽ ജബ്ബാർ, എല്ലാ തരത്തിലുമുള്ള അധികാരവുമുള്ളവനാണ് പടച്ചവൻ. പടച്ചവൻ എന്തെങ്കിലും ചെയ്താൽ എന്താണ് പടച്ചവനെ എന്നോട് നീ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാനുള്ള അധികാരം ആർക്കില്ല. പക്ഷെ എന്നിട്ട് പോലും ചോദ്യം ചെയ്യാൻ ഒരാളും വരൂല എന്ന് അല്ലാഹുവിന് ഉറപ്പല്ലേ? എന്നിട്ട് പോലും അല്ലാഹുവിനെ കുറിച്ച് പടച്ചവൻ തന്നെ പറയുന്നത് മൻ അമില സ്വാലിഹൻ ഫലിനഫ്സി, ഏതെങ്കിലും ഒരാള് പുണ്യപ്രവൃത്തി ചെയ്താൽ അതിന്റെ ഗുണം അവൻ തന്നെ കിട്ടും. ഒരാളൊരു നന്മ ചെയ്താൽ ആ നന്മയുടെ പ്രതിഫലം അയാൾക്ക് കിട്ടൂലേ എന്ന് പേടിക്കണ്ട. നന്മ എത്ര ചെറുതായാലും പടച്ചോവൻ അത് കാണുമെന്നും അതിന് കൃത്യമായ പ്രതിഫലം തരുമെന്നുമാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. പിന്നെയോ വമൻ അസാഅ ഫഅലൈഹാ, ഒരാൾ തിന്മ ചെയ്താൽ ആ തിന്മയുടെ ദുരിതവും അയാൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ആ തിന്മ എത്ര ചെറുതായാലും നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും വാതിലൊക്കെ പൂട്ടിയിട്ടുണ്ട്, ലൈറ്റും ഓഫാക്കിയിട്ടുണ്ട്, ഇനി ആരും കാണൂല. അങ്ങനെ ചിന്തിക്കണ്ട. വമൻ അസാഅ ഫഅലൈഹാ, ചെയ്യുന്ന തിന്മയുടെ തിക്തഫലം ഓരോ മനുഷ്യനും അനുഭവിക്കേണ്ടി വരും. നന്മ ചെയ്താൽ അല്ലാഹു അത് പരിഗണിക്കും, തിന്മ ചെയ്താൽ പടച്ചോനിത് വെറുതെ അങ്ങ് വിട്ടേക്കുമെന്നും വിചാരിക്കണ്ട. വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്, ഒരു മനുഷ്യനോടും അല്ലാഹു ഒരു തരത്തിലുള്ള അതിക്രമവും കാണിക്കൂല. പടച്ചവൻ ഒരു അനീതിയും ചെയ്യൂല. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങളുടെ രേഖ അല്ലാഹു ആഖിറത്തിൽ തരും. നമ്മളുടെ കർമ്മങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയ കിതാബ് ആഖിറത്തിൽ അല്ലാഹു നമ്മൾക്ക് തരും. നമ്മൾ ആ കിതാബ് കണ്ട് ഞെട്ടും, ഒന്നും വിട്ടുപോയിട്ടില്ല. ചെയ്തത് മുഴുവനും ആ കിതാബിലുണ്ട്. ആ കിതാബ് കണ്ട് നമ്മൾ അങ്ങനെ ആശ്ചര്യപ്പെടുമ്പോൾ പടച്ച റബ്ബ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അളമക കതബതിയൽ ഹാഫിളൂൻ, നിന്റെ കാര്യം നിരീക്ഷിക്കാൻ ഏൽപ്പിച്ച മാലാഖമാർ നിന്നോട് അതിക്രമം കാണിച്ചിട്ടുണ്ടോ? എന്താ നീ കിതാബ് കിട്ടിയപ്പോ ഒന്ന് പേടിച്ചത്? നീ ചെയ്യാത്തത് വല്ലതും ഇതിൽ എഴുതി കൂട്ടിയിട്ടുണ്ടോ മലക്കുകൾ? ആ മനുഷ്യൻ പറയും ഇല്ല, ചെയ്തത് മാത്രമേ മലക്കുകൾ എഴുതിയിട്ടുള്ളൂ. പക്ഷെ ഞാനിതൊക്കെ ചെയ്തല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് നമ്മുടെ ബേജാറ്. അല്ലാഹു പിന്നെയും ചോദിക്കും അലക ഉസ്റുൻ, നിനക്ക് എന്തെങ്കിലും കാരണമുണ്ടോ? നീ പലതരത്തിലുള്ള അതിക്രമങ്ങളും അരുതായ്മകളും ചെയ്തിട്ടുണ്ട്, അതിന് നിനക്ക് വല്ല കാരണവും ബോധിപ്പിക്കാനുണ്ടോ? ഒരു കാരണവും ബോധിപ്പിക്കാനില്ല. പടച്ചോന്റെ മുമ്പിൽ നമ്മൾ കൈമലർത്തേണ്ടി വരും. ഇത് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്
പടച്ച റബ്ബ് നീതിമാനാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താൻ മാലാകമാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മാലാകമാരും നീതിയോടെ മാത്രമേ പെരുമാറുകയുള്ളൂ. അള്ളാഹുവിനോട് നീ എന്താണ് നീതി ചെയ്യാത്തതെന്ന് ചോദിക്കാൻ ഒരാളുമില്ല. എന്നിട്ട് പോലും അള്ളാഹു വലിയ നീതിയാണ് എല്ലാവരോടും ചെയ്യുന്നത്. ഒരു മനുഷ്യനോടും ഒരു തരത്തിലുള്ള അതിക്രമവും അള്ളാഹു കാണിക്കുകയില്ല. ആ നീതിയുണ്ടല്ലോ, ആ നീതിയാണ് മനുഷ്യ നമ്മളും ജീവിതത്തിൽ പുലർത്തിപ്പോരേണ്ടത്. ഒരാളോടും ഒരു തരത്തിലുള്ള അനീതിയും നമ്മൾ കാണിക്കാൻ പാടില്ല. നമ്മളെ മറ്റൊരാൾ ചതിക്കുന്നത്, വേറെ ഒരാൾ നമ്മളെ പറ്റിക്കുന്നത് നമ്മൾക്ക് ഇഷ്ടപ്പെടുകയില്ലല്ലോ. അതേപോലെയാണ് മറ്റുള്ള മനുഷ്യന്മാരും. നമ്മളെ ഒരാൾ പറ്റിക്കാൻ, നമ്മളൊരു കടയിൽ പോയിട്ട് സാധനം വാങ്ങുമ്പോൾ ആ കടക്കാരൻ ചീഞ്ഞ സാധനം തന്നു, നമുക്കത് ഇഷ്ടപ്പെടുമോ? ഏതായാലും നന്നായി, കുറച്ച് ചീഞ്ഞ സാധനം കിട്ടിയല്ലോ, നമ്മൾ ആരെ ചിന്തിക്കോ? നമ്മൾ പിന്നെ ആ കടയിലേക്ക് പോകൂല. ആരെങ്കിലും അങ്ങോട്ട് പോവാണെങ്കിൽ അയാളോട് പറയേ പിന്നെ അങ്ങോട്ട് പോണ്ടോ, ആള് ശരിയല്ല, അയാളെ സാധനം മുഴുവനും സെക്കൻഡ് ക്വാളിറ്റിയാണ്, ചീഞ്ഞതൊക്കെയാണ് അവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞ് നമ്മളെല്ലാരോടും പറയൂലേ? നമ്മളൊരാളും ചതിയെ ഇഷ്ടപ്പെടുകയില്ല. ഒരു തരത്തിലുള്ള അനീതിയും നമ്മൾക്ക് സഹിക്കാനാവുകയില്ല. എന്നാൽ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഈ വിധത്തിലുള്ള നീതിയാണ് നമ്മൾ എല്ലാവർക്കും കൊടുക്കേണ്ടത്. ഇസ്ലാമിന്റെ നീതി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ കൊടുക്കുന്ന നീതിയാണ്. ആളെ നോക്കിയിട്ടുള്ള നീതിയില്ല. ആള് വലിയ തറവാട്ടുകാരനാണ്, അപ്പോൾ ആ ആൾക്ക് കുറച്ച് വിട്ടുവീഴ്ച കൊടുക്കാമെന്ന ഒരു നീതിയില്ല. ഹജ്ജത്തുൽ വദാഇന്റെ വേളയിൽ അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഒന്നാണ്. അപ്പോൾ പടച്ചോൻ ഒന്നാണ് എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് യൂണിറ്റി വേണം. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ വാപ്പ ഒന്നാണ്, മുഴുവനും ആദം നബിയുടെ മക്കളാണ്. അഥവാ നമ്മൾ തറവാടിന്റെ പേരിലോ മറ്റേതെങ്കിലും കാര്യങ്ങളുടെ പേരിലോ പരസ്പരം ആളുകളെ വേർതിരിച്ചു കാണേണ്ട ഒരു കാര്യവുമില്ല. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, അലാ അലാ ഫദ്ല ലി അറബിയിൻ അലാ അജമി. ഒരാൾ അറബിയാണ്, വേറൊരാൾ അനറബിയാണ്. അറബിക്ക് എന്തെങ്കിലും മഹത്വമുണ്ടോ? അറബ് നാട്ടിൽ ജനിച്ചു എന്നതിന്റെ പേരിൽ ഒരു മനുഷ്യനും മഹത്വമില്ല. നമ്മളിവിടെ കേരളത്തിലായി എന്നുള്ളത് കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? നമ്മളുടെ നാടിന്റെയോ അല്ലെങ്കിൽ ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തോ നമ്മളുടെ ജന്മനാടാണ് എന്നുള്ളത് കൊണ്ട് ഒരാൾക്കും ഒരു മഹത്വമോ ഒരു കുറവോ വരാൻ പോകുന്നില്ല. പിന്നീട് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, വലാലി അഹ്മറ അലാ അസ്വദ്, ഒരു മനുഷ്യൻ ചുവന്ന നിറക്കാരനാണ്, അല്ലെങ്കിൽ ഒരാൾ വെളുത്ത് നിറമുള്ള ആളാണ്, ആ മനുഷ്യന് കറുത്തവനെക്കാണ് പ്രത്യേകത ഒന്നുമില്ല. അമേരിക്കയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് കറുത്ത വർഗക്കാരന്റെ കഴുത്തിൽ ചവിട്ടിയിട്ട് അവിടുത്തെ വെളുത്ത പോലീസുകാരൻ കൊന്നുകളഞ്ഞത്. എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് ആ മനുഷ്യൻ ഉറക്കെ ഉറക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ മനുഷ്യന്റെ വാക്കുകൾക്ക് മുഴുവനും അപഗണന മാത്രമായിരുന്നു ഉത്തരം. ആ മനുഷ്യൻ മരിക്കുമ്പോഴും പോലീസുകാരൻ ചവിട്ടി നിന്നു, ആ മനുഷ്യന് ശ്വാസം മുട്ടിച്ചു. എന്താ കാരണം? അയാൾ കറുത്ത വർഗക്കാരനാണ്, അയാൾ ജീവിക്കേണ്ട ആളല്ല. നിങ്ങൾ നോക്കൂ, ആളുകളുടെ നിറം നോക്കിയിട്ട് വേണോ ആ മനുഷ്യൻ ജീവിക്കണോ അല്ലെങ്കിൽ മരിക്കണോ എന്ന് തീരുമാനിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയാണ്, വലാലി അഹ്മറ അലാ അസ്വദ്, ഒരാൾ വെളുത്ത ആളാണ്, അയാൾ കറുത്തവനക്കാണ് എന്തെങ്കിലും പ്രത്യേകതയുള്ള ആളല്ല. അല്ലാഹുവിന്റെ റസൂല് ഗൗരവത്തിൽ തന്നെ പറയാണ്, എന്തെങ്കിലും ഒരു പ്രത്യേകത മനുഷ്യന്മാർക്കുണ്ടാവണമെങ്കിൽ ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ ഒരു പ്രത്യേകതയും ഒരാൾക്കുമില്ല. തറവാടിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ സാമ്പത്തികമായ ഔന്നിത്യങ്ങളുടെ പേരിലോ ഒന്നും ഒരാൾ മഹാനല്ല. മഹാനാകുന്നത് അയാൾക്ക് എത്ര തഖ്വയുണ്ട് എന്ന് നോക്കിയിട്ടാണ്. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഭക്തനായ ഒരു മനുഷ്യനാണോ, അയാളെ കയ്യിൽ 5 പൈസ അല്ലെങ്കിലും അയാൾ വലിയ ആളാ, അയാൾ മഹാനാണ്. ആ ആള് ജനങ്ങളെ മുമ്പിലൊന്നും വലിയ മഹത്തുള്ള ആളാകുന്നില്ല. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസില്ലേ, റുബ്ബ അശ്അസ അഗ്ബറ മദ്ഫൂഉൻ ബിൽ ബാബ് ലൗ അഖ്സമ അലല്ലാഹി ലാ ബർ. ചില മനുഷ്യന്മാരുണ്ട്, അവരെ കണ്ടാൽ വലിയ മൊഞ്ചൊന്നും ഉണ്ടാകൂല. അശ്അസ്, മുടിയൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടാകും. അക്ബർ, ശരീരത്തിലാകെ പൊടി പുരണ്ടിട്ടുണ്ടാകും. ആളെ ഏതെങ്കിലും ഒരു വാതിൽക്കൽ വന്ന് മുട്ടിയാൽ മദ്ഫൂഉൻ ബിൽ അബ്വാബ്, ആ വാതില് അടച്ചിടും, അയാളെ മുമ്പിൽ ആ വാതിൽ തുറന്നു കൊടുക്കൂല.
അപ്പൊ കണ്ടാല് നമ്മൾക്ക് അത്ര ചേലൊന്നുമില്ലാത്ത, വൃത്തിയുള്ള വസ്ത്രമോ ശാരീരികമായ രൂപമോ ഒന്നും കാണാനില്ലാത്ത ഒരാള്, പക്ഷേ നമ്മളെ മുമ്പിൽ വിലല്ല നമ്മൾ കരുതും അതെങ്ങാതിക്ക് ഭ്രാന്താണെന്നൊക്കെ ചിലപ്പോ പറയും. നിങ്ങൾ നോക്കൂ, സയ്യിദൂന ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു, മഹാൻ അവറുകളെ പറ്റിയിട്ട് അള്ളാഹുവിന്റെ റസൂല് ഖലീഫമാരോട് സഹാബിമാരോട് പറഞ്ഞു കൊടുത്തില്ലേ, ഉവൈസുൽ ഖർനി എന്ന് യമനിൽ നിന്ന് വരുന്ന ഒരാളുണ്ട്, ആളെ കണ്ടാ ദ്വാരിപ്പിക്കണേ. നല്ല മനുഷ്യനാ, ആളെ കണ്ടാല് അദ്ദേഹത്തിനെ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണം. അങ്ങനെ ആ മനുഷ്യനെ അന്വേഷിച്ചു നടന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് വന്ന ഹജ്ജ് സംഘത്തിനോട് ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഉവൈസ് വന്നിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ പറയത്തക്ക ഖലീഫ വന്ന് അന്വേഷിക്കാൻ മാത്രമുള്ള സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഉവൈസ് ആ കൂട്ടത്തിലില്ല. അവസാനം അവർ പറഞ്ഞു, ഞങ്ങളെ കൂട്ടത്തിലൊരു ഉവൈസ് ഉണ്ട്. ആള് പിന്നെ ഇങ്ങനെ ആടിനൊക്കെ നോക്കി ഇങ്ങനെ നടക്കണ വലിയൊരു സുഖമില്ലാത്ത ഒരാളാണ്. നിങ്ങൾ നോക്കൂ, ആളുകൾ തിരിച്ചറിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി ഞങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, യമനിൽ നിന്ന് ഹജ്ജ് ഒരു സംഘം വരും, കൂട്ടത്തിൽ ഉവൈസ് ഉണ്ടാകും. മുസ്തജാബു ദഅവത്താണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആളാണ്, ആളെ കണ്ടാ ദ്വാരിപ്പിക്കണം. നിങ്ങൾ നോക്കൂ, അപ്പൊ ആളുടെ വേഷത്തിലും കാര്യത്തിലൊന്നുമല്ല, അള്ളാഹുവിന്റെ അടുക്കൽ തഖ്വയുള്ള മനുഷ്യന്മാരുണ്ടോ അവർക്കാണ് സ്ഥാനമുള്ളത്. പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന ആളാണോ അവർക്ക് സ്ഥാനമുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നീതിയുടെ പക്ഷത്ത് നമ്മൾക്ക് നിൽക്കാൻ പറ്റണം. അല്ലാതെ നമ്മളുടെ പ്രിയപ്പെട്ടവരാണ്, നമ്മൾക്ക് വേണ്ടപ്പെട്ടവരാണ് എന്നുള്ളത് നോക്കിയിട്ട് അവിടെ നമ്മൾ അനീതിക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല. നീതിയുള്ള ആളെ എവിടെയും രക്ഷപ്പെടുള്ളൂ. ദുനിയാവിലും ആഖിറത്തിലും നീതി കാണിക്കുന്ന ആളാണോ ആ മനുഷ്യന് പടച്ചവൻ രാജകീയമായ പവർ കൊടുക്കും. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഹദീസുണ്ട്, സബഅത്തുൻ, 7 വിഭാഗം ആളുകളുണ്ട്. യുദില്ലുഹുമുല്ലാഹു ഫീ ളില്ലി, അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കുന്ന ആളുകൾ 7 വിഭാഗം ആളുകൾ. അതിൽ ഒന്നാമത് തന്നെ പറഞ്ഞത് ആരാന്നറിയോ? അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ്. ഇനി നമ്മളൊന്നും ഭരണാധികാരിയല്ലോ ചിന്തിക്കേണ്ട. നിങ്ങളെ വീട്ടിലെ രാജാവ് നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ കുടുംബത്തിലെ രാജാവ് നിങ്ങളാണ്. നിങ്ങൾ നീതി കാണിക്കണം. നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കസേരയുണ്ട്, എന്തോ ഒരു സ്ഥാനമുണ്ട്, വരുന്നവരോട് നീതി കാണിക്കണം. എല്ലാ മനുഷ്യന്മാരോടും നീതി കാണിക്കാൻ കൃത്യമായ ബോധം നമ്മൾക്കുണ്ടാവണം. കാരണം അനീതി നമ്മൾ ഇഷ്ടപ്പെടൂല. അതേപോലെ തന്നെയാണ് എല്ലാ മനുഷ്യന്മാരുടെയും അവസ്ഥ. നീതി കാണിക്കുന്ന ആളാണോ അള്ളാഹു അർശിന്റെ തണല് നൽകും. മാത്രമല്ല, നീതിമാനായ ആൾക്ക് അള്ളാഹു ആഖിറത്തിൽ തിളങ്ങുന്ന സിംഹാസനം കൊടുക്കുമെന്നും അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാളോടും അതിക്രമം കാണിക്കാൻ പാടില്ല. നമ്മൾ ഒരു മനുഷ്യനോടും ഒരു തരത്തിലുമുള്ള മോശമായ പ്രവൃത്തികൾ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങൾ സയ്യിദുനാ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞേക്കാൻ ആ പോകുന്ന വേളയിൽ പല ഉപദേശങ്ങളും കൊടുത്തു. ആ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഇത്തഖി ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ട മനുഷ്യന്റെ പ്രാർത്ഥനയെ പേടിക്കണം കേട്ടോ. ആ നാട്ടിലേക്ക്, യമനിലേക്ക് ഭരണാധികാരിയായിട്ടാ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഭരണത്തിന്റെ വീഴ്ചയിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് വല്ല അതിക്രമവും സംഭവിച്ചു പോകാൻ സാധ്യതയുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കാണ്, മദ്ലൂമിന്റെ പ്രാർത്ഥന പേടിക്കണേ. പീഡിതന്റെ, ആക്രമിക്കപ്പെട്ട മനുഷ്യന്റെ ദുആ നീ പേടിക്കണം. കാരണം എന്താ? ഫഇന്നഹാ ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, അയാൾ ദ്വാരനാൽ ഉടനടി ഫലമാണ്. നിന്റെ ആപ്പീസ് പൊട്ടും, നിന്റെ കസേര തെറിക്കും, നീ എത്രയോ വലിയ ആളാന്നൊക്കെ നിനക്ക് തോന്നും. പക്ഷേ ഒരാളോട് നീ അനീതി കാണിച്ചാൽ ആ അനീതി അനുഭവിച്ച മനുഷ്യന്റെ ഹൃദയം നുറുങ്ങിയുള്ള ദുആയില്ലേ, അല്ലാഹു അത് കേൾക്കും, അതിന് ഉത്തരം നൽകും, നീ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് ഒരാളോടും ഒരു തരി മണ്ണ് പോലും അന്യായമായി പിടിച്ചടക്കുന്ന, എന്തെങ്കിലും ഒരു കാശ് തിരിച്ചടക്കുന്ന ഒരു സ്വഭാവം നമ്മൾക്കുണ്ടാകാൻ പാടില്ല. സഹാബിമാര് ആ കാര്യത്തിൽ വലിയ മാതൃകയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ ഖൈബർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക്, അവിടെ ഇസ്ലാമിന്റെ അധികാരത്തിൽ വന്നപ്പോൾ ആ നാട്ടിലെ ജനങ്ങളുടെ സകാത്തും നികുതിയുമെല്ലാം വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചു. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം സകാത്ത് വളരെ കൃത്യമായി കണക്ക് കൂട്ടിയിട്ട് അവർക്ക് ലിസ്റ്റ് കൊടുത്തു. ഓരോരുത്തരും പറയും എന്റെ സമ്പത്ത് ഇത്രയാണ്, അപ്പൊ ആ സമ്പത്തിന്റെ കണക്ക് കൂട്ടിയിട്ട് അദ്ദേഹം പറയും. അതേപോലെ ഓരോ മനുഷ്യരോടും നിങ്ങൾ ഇസ്ലാമിക ഭരണകൂടത്തിന് കൊടുക്കേണ്ട നികുതി എത്രയാണ് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ കൃത്യത അവർക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. കാരണം കുറച്ച് കൂടുതൽ പൈസ കൊടുക്കണം. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു റവാഹയെ മെല്ലെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ചെവിയിൽ മന്ത്രിക്കാണ് ആൾക്കാര്, പിന്നെ ഞങ്ങൾ കുറച്ച് പൈസ തരാം, നിങ്ങൾ ആ കണക്കിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വരുത്തണം.
ഇത്രയും കൃത്യമായിട്ടുള്ള കണക്കുമായിട്ട് വന്നാൽ നിങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ കൈക്കൂലി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു റവാഹയെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് അവർ പറയാൻ. അപ്പോ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ അതിനെ വഴങ്ങിയില്ല. അവർ ചോദിക്കുന്നു, യാ അദാ അല്ലാഹ് അതുതഇമൂന സുഹ്ത, നിങ്ങൾ എന്നോട് ഹറാം തീറ്റിക്കുകയാണോ? വല്ലാഹി ലഖദ് ജിഅ്തുകും മിൻ ഇൻദി അഹബ്ബിൻ നാസി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റസൂലുള്ളാഹിന്റെ അരികിൽ നിന്നാണ് നിങ്ങൾ അരികിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. വല അൻതും അബ്ഗദു ഇലയ്യ, നിങ്ങളോടാണ് എനിക്ക് ഏറ്റവും വെറുപ്പാണ്. കാരണം ഖൈബറിൽ അധികവും ജൂതന്മാരാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള റസൂലുള്ളാഹിന്റെ അരികിൽ നിന്ന് എനിക്ക് നബി തങ്ങൾ പറഞ്ഞയച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്നത്. നിങ്ങളോട് എനിക്കൊരു ഇഷ്ടവുമില്ല, വലിയ വെറുപ്പാണ് നിങ്ങൾ ജൂതന്മാരായതുകൊണ്ട് നിങ്ങളോടുള്ളത്. പക്ഷേ എന്നാൽ പോലും ഞാൻ ഒരിക്കലും വലാ യഹ്മിലുനി ബുഗ്ളി ഇയ്യാകും വഹുബ്ബി ഇയ്യാഹു അലാ അല്ലാ അഅദില അലൈക്കും, നബി തങ്ങളോടാണ് എനിക്ക് ഇഷ്ടം, നിങ്ങളോട് എനിക്ക് വെറുപ്പാണ്. ഇതൊന്നും നിങ്ങളോട് ഞാൻ ഒരു അനീതി ചെയ്യാനുള്ള കാരണമല്ല. നിങ്ങളോട് വെറുപ്പുണ്ട് എന്ന് കരുതിയിട്ട് പോലും നിങ്ങളോട് ഞാൻ നീതിയെ കാണിക്കുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിന്റെ നീതി അതാണ്. ആളെ നോക്കിയിട്ട്, ആളുടെ വ്യക്തിത്വം നോക്കിയിട്ട്, ആളുടെ പണത്തിന്റെ വലിപ്പം നോക്കിയിട്ട് നീതി കൊടുക്കാത്ത ഒരു നിലപാട് ഒരിക്കലും ഉണ്ടാവുകയില്ല. നമ്മൾ വളരെ സൂക്ഷിക്കണം. ഒരിക്കൽ ബഹുമാനപ്പെട്ട സഹാബി വര്യൻ ബഷീർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മകൻ നുഅ്മാൻ ഇബ്നു ബഷീറിനെയും കൂട്ടിയിട്ട് റസൂലുള്ളാഹിന്റെ അരികിൽ വന്നു. നബിയോട് പറഞ്ഞു, നബിയെ, ഇതെന്റെ മോനാണ് നുഅ്മാൻ. ഈ നുഅ്മാനിന് ഞാനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സമ്മാനം കൊടുക്കണമെന്ന് ഇവന്റെ ഉമ്മ എപ്പോഴും എന്നോട് ആവശ്യപ്പെടും. അപ്പോ ഞാനതിങ്ങനെ കുറച്ച് വൈകിപ്പിച്ചതാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ ഉമ്മ, അഥവാ ഈ നുഅ്മാനിന്റെ ഉമ്മ ഇതിങ്ങനെ പറയുമ്പോ ഞാൻ സമ്മതിച്ചു, ഞാനത് കൊടുത്തേക്കാമെന്ന്. ഒരു ഒട്ടകത്തിന് കൊടുക്കാനാണ് ആ ഉമ്മ പറയുന്നത്. നുഅ്മാൻ ഇബ്നു ബഷീർ എന്ന് പറയുന്ന ഈ ബഷീർ എന്ന് പറയുന്ന സഹാബിക്ക് വേറെയും ഭാര്യമാരുണ്ട്. അതുകൊണ്ട് തന്നെ ബഷീറിനോട് ബിൻത് റവാഹ എന്ന് പറയുന്ന പെണ്ണാണ് പറയുന്നത്, നുഅ്മാന് നിങ്ങൾ എന്തായാലും ഒരു ഒട്ടകത്തിന് കൊടുക്കണം. ആദ്യമൊന്നും സമ്മതിച്ചില്ല, അവസാനം സമ്മതിച്ചു കൊടുത്തേക്കാമെന്ന്. അപ്പൊ ആ പെണ്ണ് വിട്ടില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞാലൊന്നും ശരിയാകൂല, കാരണം നിങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ ഈ കൊടുക്കുന്ന സമ്മാനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികിൽ പോയിട്ട് നബി തങ്ങളെ അതിന് നിങ്ങൾ സാക്ഷിയാക്കണം. നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ നുഅ്മാൻ ഇബ്നു ബഷീറിനെയും കൂട്ടി ബാപ്പ ബഷീർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ ഇവനൊരു ഒട്ടകത്തിന് കൊടുക്കുകയാണ്. ഇവന് ഈ ഒട്ടകം കൊടുക്കുന്ന കാര്യത്തിന് നിങ്ങൾ കൂടി സാക്ഷിയാവണമെന്ന് ഇവന്റെ ഉമ്മക്ക് വലിയ നിർബന്ധമുണ്ട്. അതുകൊണ്ട് നിങ്ങളെ സാക്ഷിയാക്കാൻ വേണ്ടി വന്നതാണ്. റസൂലുള്ളാഹി തങ്ങൾ ആദ്യം തന്നെ ചോദിച്ചത്, യാ ബഷീറു അലക വലദുൻ സിവാ ഹാദാ, ബഷീറെ, എനിക്ക് വേറെ കുട്ടികളൊക്കെ ഉണ്ടോ? അപ്പോ ബഷീർ എന്താ പറഞ്ഞത്? നാം, അതെ, വേറെ കുട്ടികളൊക്കെ ഉണ്ട്. അകുല്ലുഹും വഹബ്ത ലഹു മിസ്ല ഹാദാ, നിനക്കുള്ള മറ്റു കുട്ടികൾക്കൊക്കെ ഇതേപോലെ നീ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടോ? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞില്ല, എല്ലാവർക്കൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ ഇവന് കൊടുക്കണമെന്ന് ഇവന്റെ ഉമ്മക്ക് നിർബന്ധമുള്ളത് കൊണ്ട്, നിങ്ങളുടെ സാക്ഷിത്വം അതിനാവശ്യമായതുകൊണ്ട് അതിന് വന്നതാണ്, വേറുള്ളവർക്കൊന്നും ഞങ്ങൾക്ക് കൊടുത്തിട്ടില്ല. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഫലാ തുഷ്ഹിദ്നി ഇദൻ, എന്നാൽ നീ എന്നെ ഇതിന് സാക്ഷിയാക്കണ്ട. ഫഇന്നി ലാ അഷ്ഹദു അലാ ജൗർ, നിന്റെ അക്രമത്തിന് സാക്ഷിയാക്കാൻ എന്നെ കിട്ടുകയില്ല. റസൂലുള്ളാഹി തങ്ങൾ പിന്നെയും ചോദിക്കുന്നുണ്ട്, നീ ഒരു കാര്യം മനസ്സിലാക്കണം, അയസുറുക അൻ യകൂനു ഇലൈക ഫിൽ ബിർരി സവാ, നിനക്ക് വേറെയും മക്കളുണ്ടെന്നല്ലേ പറഞ്ഞത്? ആ മക്കൾ മുഴുവനും നിന്നോട് നന്നായി വർത്തിക്കണം, നിന്നോട് സ്നേഹത്തിൽ തുല്യമായി പെരുമാറണമെന്ന് നിനക്ക് താല്പര്യമല്ലേ? അതുണ്ട്. എന്നാൽ അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നിടത്തും നീ നീതി കാണിക്കേണ്ടതുണ്ട്. നമ്മൾ വാപ്പമാര് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. നീതിയെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, അതൊക്കെ വലിയ ഭരണാധികാരികൾ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്, നമ്മളിപ്പോൾ എന്ത് നീതി ചെയ്യാനാണ് എന്ന്. നമ്മളല്ലേ നീതി ചെയ്യേണ്ടത്? നമ്മളുടെ കുട്ടികൾക്കിടയിൽ പോലും നമ്മൾ അനീതി കാണിക്കാൻ പാടില്ല. കുട്ടികളോട് ഒരു പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾക്ക് വാത്സല്യത്തിൽ വ്യത്യാസം ഉണ്ടാകും. ചെറിയ കുട്ടികളോട് നമ്മൾക്ക് കൂടുതൽ അലിവും കാരുണ്യവും ഒക്കെ ഉണ്ടാകും. പക്ഷേ ആ മക്കൾക്ക് വേണ്ടി നമ്മൾ നൽകുന്ന ആനുകൂല്യങ്ങളിൽ ഒരിക്കലും നമ്മൾ അനീതി കാണിക്കാൻ പാടില്ല. ഒരാൾക്ക് നിങ്ങൾ കല്യാണത്തിന്റെ നേരത്ത് 100-200 പവൻ സ്വർണം കൊടുക്കുകയാണ്. അടുത്ത കുട്ടി
ആ കുട്ടിന്റെ കാര്യം എത്തിയപ്പോഴോ നിങ്ങൾക്ക് അതിന് സ്വാധീനം ഉണ്ടാകൂല. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ മക്കൾക്കിടയിൽ അനീതി കാണിക്കാനുള്ള ഈ പണി ആദ്യം തന്നെ ചെയ്തു വെക്കുന്നത്? നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന സമ്മാനങ്ങളിൽ പോലും നീതി പുലർത്തണമെന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്? ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണിത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കുടുംബത്തിനോട് നീതി പാലിക്കണം, മക്കളോട് നീതി പാലിക്കണം. ഇനിയും തീരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസുണ്ട്. മൻ കാനത ലഹു ഇംറഅതാനി, ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ട്. ഫമാലൈല ഇഹ്ദാഹുമാ, രണ്ട് പെണ്ണ് കെട്ടിയിട്ട് ഒരു പെണ്ണിനോട് വല്ലാത്ത താല്പര്യം, അങ്ങനെ ആ ഒരു ഇഷ്ടമുള്ള പെണ്ണിന്റെ കൂടെയാണ് എപ്പോഴും അദ്ദേഹത്തിന്റെ ജീവിതം, മറ്റേ പെണ്ണിനെ അവഗണിച്ച മാതിരിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ജാഅ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ രണ്ട് പെണ്ണ് കെട്ടിയിട്ട് ഒരു പെണ്ണിനെ അവഗണിച്ച മനുഷ്യനുണ്ടല്ലോ, ആഖിറത്തിൽ ആ മനുഷ്യൻ വരും. വശിഖുഹു മാഇലുൻ, അയാൾ ഒരു വശത്തേക്ക് ചെരിഞ്ഞ രൂപത്തിലാണ് ആഖിറത്തിൽ വരിക. ആഖിറത്തിൽ വരുമ്പോൾ കുറച്ച് ആൾക്കാരുടെ ചെരിഞ്ഞു വരുന്നു. രണ്ട് പെണ്ണിട്ടിട്ട് ഒരു പെണ്ണിനെ അവഗണിച്ച ആളാണ്. അല്ലാത്ത അപകടമാണ്. ഒരു പെണ്ണ് കെട്ടിയിട്ട് അതിനോട് നീതി കാണിക്കാത്ത ആളാണോ അയാൾക്ക് 2, 3, 4 കെട്ടാൻ പറ്റൂല. നീതിയുക്തമായിരിക്കണം നമ്മുടെ ഓരോ കുടുംബജീവിതവും. വളരെ ഗൗരവത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. മുഅ്മിനീങ്ങളെ, നമ്മൾ ഭാര്യമാരോട് നീതി കാണിക്കണം, കുടുംബത്തിനോട് നീതി കാണിക്കണം, സമൂഹത്തിനോട് നീതി കാണിക്കണം. എല്ലാവരോടും നീതിയുള്ള ജീവിതമായിരിക്കണം നമ്മൾ നടപ്പാക്കേണ്ടത്. ഒരിക്കലും നമ്മൾക്ക് സ്വാധീനമുണ്ടാകുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ളവർക്ക് നീതി കൊടുക്കുകയും അല്ലാത്തവരോട് അനീതി കാണിക്കുകയും ചെയ്യുന്ന ഇടപാട് ഒരു അധികാരത്തിൽ ഇരിക്കുന്ന ആളും ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഗൗരവതരമായ ഒരു മുന്നറിയിപ്പുണ്ട്. ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷ ബീവി പഠിപ്പിക്കുകയാണ്, മഖ്സൂമി എന്ന് പറയുന്ന ഒരു ഗോത്രമുണ്ട് ഖുറൈശികളിൽ. ആ മഖ്സൂമി കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഒരു മോഷണം നടത്തി. മോഷണം നടത്തിയ ആൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം? വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമാ, മോഷണം നടത്തുന്ന വ്യക്തിയുടെ കൈ മുറിക്കണമെന്നാണ്. ആ നിയമമൊക്കെ ചിലപ്പോൾ കളിയാക്കുന്ന ആൾക്കാരുണ്ടാകും. യഥാർത്ഥത്തിൽ ഖുർആൻ തന്നെ അതിന്റെ മറുപടി കൃത്യമായി പറയുന്നുണ്ട്. വലകും ഫിൽ ഖിസാസി ഹയാത്തുൻ, പ്രതികാര നടപടികളിൽ നിങ്ങൾക്കൊരു ജീവിതമുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. അഥവാ നിങ്ങൾ ഒരാളെ കൊന്നാൽ നിങ്ങളെ തിരിച്ചു കൊല്ലും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ വലുതാണ്. നിങ്ങൾ വേറൊരാളെ കൊല്ലാൻ പോയാൽ നിങ്ങളുടെ ജീവിതവും നഷ്ടപ്പെടും. വലകും ഫിൽ ഖിസാസ്, അപ്പോൾ ഈ പ്രതികാര നടപടിയുടെ നിയമത്തെക്കുറിച്ച് ബോധമുള്ള ഒരു മനുഷ്യൻ വേറൊരാളെ കൊല്ലാൻ പോകൂല. മോഷണം നടത്തിയാൽ നിങ്ങളെ കൈമുറിക്കും എന്ന് നിങ്ങൾക്കറിയുമ്പോൾ നിങ്ങൾ മോഷണം നടത്താൻ പോവില്ല. എന്തുകൊണ്ട്? നിങ്ങൾക്ക് നിങ്ങളുടെ കൈ വേണം, നിങ്ങൾക്ക് നിങ്ങളുടെ തല വേണം, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് സേഫാക്കണം. അതുകൊണ്ട് തന്നെ ഈ പ്രതികാര നിയമത്തിന്റെ ഗൗരവതരമായ താക്കീതുകൾ ഖുർആനിൽ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇസ്ലാം ഇങ്ങനെ എല്ലാവരും തലവെട്ടാനും കൈവെട്ടാനും നടക്കാന്ന് വിചാരിക്കേണ്ട. പിന്നെ ഈ ശക്തമായ നിയമം മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ വേറൊരാളെ കൊല്ലാൻ നടക്കരുത്. അത് നിങ്ങളുടെ ജീവന് തന്നെ അപകടമാണ്. നിങ്ങൾ മറ്റൊരാളുടെ മുതൽ അപഹരിക്കാൻ നിൽക്കരുത്. അത് ജനങ്ങളെ മുമ്പിൽ കൈയില്ലാത്ത ഒരാളായിട്ട് നിങ്ങളെ മാറ്റാൻ അപമാനിക്കാൻ മാത്രം കാരണമായ സംഗതിയാണ്. അപ്പൊ അതാണ് ഖിസാസിന്റെ കാര്യം. ആ ഖിസാസ് എടുക്കേണ്ട ഒരു പെണ്ണ്, മോഷണം നടത്തിയ ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികിൽ വന്നിട്ട് ഒരു റെക്കമെൻഡ് നടത്തി നോക്കിയാലോ എന്ന് സഹാബികൾക്കിടയിൽ ആ കാലഘട്ടത്തിൽ ഒരു ചർച്ച. അങ്ങനെ ആളുകൾ പറഞ്ഞു, ആരാ നബിനോട് പോയിട്ട് പറയാ? മഖ്സൂമി ഗോത്രത്തിലെ ഒരു പെണ്ണ് മോഷണം നടത്തിയിട്ടുണ്ട്, ആ പെണ്ണിന്റെ കൈ മുറിക്കപ്പെടാൻ പോവുകയാണ്. റസൂലുള്ളാഹി തങ്ങളോടൊന്ന് പോയിട്ട് പറഞ്ഞു നോക്കിയാലോ? നബിയെ, അത് നമ്മളെ വലിയ തറവാട്ടുകാരായിരുന്നു, അങ്ങനെ കൈയില്ലാഞ്ഞാൽ അതൊരു മോശല്ലേ, അതുകൊണ്ട് നമുക്ക് വേറെ വല്ല അഡ്ജസ്റ്റ്മെന്റും ചെയ്യാൻ പറ്റുമോ? ഇത് അന്വേഷിക്കാൻ ആരെങ്കിലും ഒരാൾ പോവണല്ലോ, ആർക്കും ധൈര്യമില്ല. അങ്ങനെ ദാ സയ്യിദുനാ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാബിയാണ് സെയ്ദ്. ആ സെയ്ദിന്റെ മോനാണ് ഉസാമ. ഖുർആനിൽ പേര് പറഞ്ഞ ഏക സഹാബിയാണ് സെയ്ദ്. ഫലമ്മാ ഖലാ സെയ്ദും മിൻഹാ വതറ എന്ന് വിശുദ്ധമായ ഖുർആനിൽ പഠിപ്പിച്ച സെയ്ദ്, ആ സെയ്ദിന്റെ പുത്രൻ ഉസാമത്ത് ബിൻ സെയ്ദ്. നബി തങ്ങൾക്ക് സെയ്ദിനെയും ഉസാമത്ത് ബിൻ സെയ്ദിനെയും വല്ലാത്ത ഇഷ്ടമാണ്. ആളുകളെല്ലാവരും കൂടി പറഞ്ഞു ഉസാമയോട്, നീ പോയിട്ടൊന്ന് പറഞ്ഞു നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടക്കാരനല്ലേ നീ? ഉസാമത്ത് ബിൻ സെയ്ദ് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാര്യം പറഞ്ഞു. എന്താ പറയണത്? മോഷണം നടത്തിയ പെണ്ണിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചക്കാണ് ആവശ്യപ്പെടുന്നത്. റസൂലുള്ളാഹി തങ്ങൾ ഉടനെ ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ്, തശ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാ,
അള്ളാഹുവിന്റെ ഒരു തീരുമാനത്തെ ലംഘിക്കാനാണോ നീ റെക്കമെൻഡ് ചെയ്യുന്നത്? റസൂലുള്ളാഹി തങ്ങൾ ആവശ്യമില്ലാതെ ദേഷ്യം പിടിക്കൂല, എപ്പോഴും പുഞ്ചിരിക്കുന്ന റസൂലുള്ളാഹി ഈ ഒരു അനീതിക്ക് വേണ്ടിയിട്ട് ഈ മനുഷ്യൻ ആവശ്യപ്പെടുന്നത് കണ്ടപ്പോൾ വല്ലാതെ പ്രകോപിതനായി. റസൂലുള്ളാഹി തങ്ങൾ പിന്നെ നേരെ ഖുത്ബ ഓതാൻ വേണ്ടി വന്നു. സഹാബത്തിനോട് പറഞ്ഞു, ഇന്നമാ അഹ്ലകല്ലദീന ഖബ്ലഹും, നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹങ്ങൾ പലതും നശിച്ചു പോയത് അന്നഹും കാനൂ ഇദാ സറഖ ഫീഹിമുശ് ശരീഫ്, അവരെ കൂട്ടത്തിൽ ഒരു മാന്യൻ വല്ല മോഷണവും നടത്തിയാൽ തറക്കൂഹു, വലിയ തറവാട്ടുകാരനല്ലേ, ആളങ്ങ് വിട്ടേക്കാം, ശിക്ഷ നടപ്പാക്കുകയില്ല. നമ്മുടെ രാജ്യത്ത് അതല്ലേ നടക്കുന്നത്? കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ച വലിയ വലിയ ആളുകളുടെ പത്രവാർത്തകൾ നമ്മുടെ മുമ്പിൽ വരും. എന്തെങ്കിലും നടക്കോ? ഒന്നും നടക്കൂല. വിധി നടപ്പാക്കാനുള്ള കോടതി അപ്പാടെ വിലക്ക് വാങ്ങാനുള്ള പൂത്ത പണമുള്ള മനുഷ്യന്മാരാണ്. അവർക്കെതിരെ മിണ്ടാൻ ഒരു ജഡ്ജിക്കും ധൈര്യമുണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങളുടെ മുൻഗാമികളിൽ മാന്യന്മാര് മോഷണം നടത്തിയാൽ തറക്കൂഹ, അവരെ വെറുതെ വിടും. വൈദാ സറഖ ഫീഹിമുൽ ലഈഫ്, ദുർബലൻ വല്ല തെറ്റും ചെയ്താലോ മോഷണം നടത്തിയാലോ അഖാമു അലൈഹിൽ ഹദ്ദ്, അല്ലേ, പാവപ്പെട്ട ഒരാള് വല്ല തെറ്റും ചെയ്താൽ ശിക്ഷ നടപ്പാക്കാൻ എന്താളാ? പാലക്കാട്ട് ഒരു മധുവിന്റെ വാർത്ത നമ്മുടെ മുമ്പിൽ എപ്പോഴും ഇടക്കിടക്ക് വരും. പട്ടിണി കൊണ്ട് നിവൃത്തിയില്ലാത്ത ആ മനുഷ്യനൊരു കടയിൽ കയറിയിട്ട് ഒരു ബിസ്ക്കറ്റ് മോഷ്ടിച്ചതിന്റെ പേരിൽ ആ മനുഷ്യനെ കെട്ടിയിട്ട് തല്ലിക്കൊന്ന നാട്ടുകാരാണ് മനുഷ്യന്മാർ, കേരളക്കാർ. നിങ്ങൾ നോക്കൂ, അതേ അതിലും വലിയ മോഷണം നടത്തി എത്രയോ ആളുകൾ നമ്മുടെ ഇടയിൽ മാന്യന്മാരായി ജീവിക്കുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും അവിടെ വല്ല നിയമവും നടപ്പാക്കാൻ പോകാറുണ്ടോ? പോകാറില്ല. നമ്മൾക്ക് നിയമം കയ്യിലെടുക്കാൻ പറ്റുകയുമില്ല. പക്ഷേ നീതി എല്ലാവർക്കും ഒരുപോലെ ആവണമെന്ന ബോധം നമ്മൾക്കുണ്ടാവണം. അല്ലാഹുവിന്റെ റസൂൽ ഇതൊക്കെയും പറഞ്ഞിട്ട് ഗൗരവത്തിൽ പിന്നീട് ഓർമ്മപ്പെടുത്തുകയാണ്, പടച്ചോനാണ് സത്യം, ലൗ അന്ന ഫാത്തിമ ഇബ്നത മുഹമ്മദിൻ സറഖത്, എന്റെ മകൾ മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമയാണ് മോഷണം നടത്തിയതെങ്കിലും ലഖതഅതു യദഹ, അവളുടെ കൈയും ഞാൻ മുറിക്കും. ഫാത്തിമ ബീവി ഒരു തെറ്റും ചെയ്യൂല. പക്ഷേ കാര്യത്തിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയാണ്, എന്റെ മകളാണെങ്കിൽ പോലും നീതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഞാൻ ചെയ്യുകയില്ല എന്നുള്ള ഗൗരവതരമായ താക്കീത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ വലിയ നീതിയുള്ള ആളുകളായിരിക്കണം. നമ്മളുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ മക്കളോട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു പദവി ഉണ്ടെങ്കിൽ നമ്മൾ ആ നിർവഹിക്കുന്ന പദവി, അതിന് ആനുകൂല്യം പറ്റാൻ വേണ്ടി നമ്മുടെ മുമ്പിലേക്ക് വരുന്ന എത്രയോ പാപങ്ങളുണ്ടാകും. അവരോട് മുഴുവനും നീതി കാണിക്കാൻ നമ്മൾക്ക് പറ്റണം. ഒരു ശത്രുവിനോടും അനീതി കാണിക്കരുത്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, ഒരാള് നിങ്ങളെ ശത്രുവാണ്, ഒരു സമൂഹം മുഴുവനും നിങ്ങളെ ശത്രുക്കളാണ്, അവർ നിങ്ങളോട് അതിക്രമം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ അവിടെയും ഇഅ്ദിലു ഹുവ അഖ്റബു ലിത്തഖ്വ, നീതി വിട്ടുപോവാൻ പാടില്ല. നീതിയോടുകൂടെ ആയിരിക്കണം നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും. അതുകൊണ്ട് നാം വളരെ കൂടുതൽ ചിന്തിക്കണം. നീതിയുടെ കാര്യത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന് വലിയ സ്ഥാനമുണ്ട്. എല്ലാവർക്കും നീതി കൊടുക്കാനുള്ള കൃത്യമായ ബോധം നമ്മൾക്കുണ്ടാവണം. ഒരു തരത്തിലുള്ള അനീതിയും നമ്മൾ കാണിക്കരുത്. നമ്മളുടെ കുട്ടികളാണെങ്കിൽ സാരമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന നടപടി പറ്റൂല. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന കാലത്ത് എന്തെങ്കിലും ഒരു നിയമം നടപ്പാക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ മക്കളെ വിളിച്ചിട്ട് പറയും, മക്കളെ ഇങ്ങനെ ഒരു നിയമം ഇവിടെ നാട്ടിൽ നടപ്പാക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ഞാൻ ഈ ശിക്ഷ നടപ്പാക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങളാരെങ്കിലും ഞാൻ ഈ പറയുന്ന നിയമത്തിന് എതിര് ചെയ്താൽ മറ്റുള്ളവർക്ക് കിട്ടുന്നതിന്റെ ഇരട്ടി ശിക്ഷ നിങ്ങൾക്ക് കിട്ടും. സ്വന്തം മക്കളോട് പറയാണ്, നിങ്ങൾ ആരെങ്കിലും തെറ്റ് ചെയ്താൽ ചെയ്യരുത് എന്ന് ഖലീഫയായിരിക്കെ ഞാനൊരു കാര്യം പറയുന്നു, എന്നിട്ട് നിങ്ങൾ തന്നെ അതിനെതിര് ചെയ്താൽ നിങ്ങൾ എന്റെ മക്കളല്ലേ, സാരമില്ലാന്ന് ഞാൻ വിചാരിക്കൂല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ മറ്റുള്ളവർക്ക് നൽകുന്നതിന്റെ ഇരട്ടി ശിക്ഷയായിരിക്കും ഞാൻ നിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നത്. അത്രയും ഗൗരവത്തിൽ നീതിയുടെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ പാഠങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ നീതിയുടെ പാഠമാണ് നമ്മൾക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത്. അള്ളാഹു നമ്മൾക്ക് അതിന്റെ തൗഫീഖ് നൽകുമാറാവട്ടെ. മുഴുവൻ മനുഷ്യരോടും നീതി കാണിക്കാനുള്ള ബോധം നമ്മൾക്കുണ്ടാവണം. സമൂഹത്തിനോട്, കുടുംബത്തിനോട്, നമ്മുടെ മക്കളോട്, എല്ലാവരോടും നീതിപൂർവ്വം പെരുമാറാൻ നമുക്ക് പറ്റണം. അള്ളാഹുവെ, ഞങ്ങൾക്ക് അതിന് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതം നീതിപൂർണ്ണമാക്കണം റഹ്മാനെ. മറ്റുള്ളവരുടെ ചതിയിൽ നിന്നും അനീതികളിൽ നിന്നും ഞങ്ങളെ മുഴുവനും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.